1 ശമൂവേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം. ആ കാലത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടവെട്ടേണ്ടതിന് തങ്ങളുടെ സേനകളെ ഒന്നിച്ചുകൂട്ടി. അപ്പോൾ ആകീഷ് ദാവീദിനോട്, നീയും നിന്റെ ആളുകളും എന്നോടുകൂടെ യുദ്ധത്തിന് പോരണമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദ് ആകീഷിനോട്, അടിയൻ എന്ത് ചെയ്യുമെന്ന് നീ കണ്ടറിയുമെന്ന് പറഞ്ഞു. ആകീഷ് ദാവീദിനോട്, അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും എൻ്റെ മെയ്ക്കാവലാക്കും എന്ന് പറഞ്ഞു. എന്നാൽ ശമൂവേൽ മരിച്ചുപോയിരുന്നു. ഇസ്രായേലെല്ലാം അവനെക്കുറിച്ച് വിലപിച്ച് അവൻ്റെ സ്വന്തം പട്ടണമായ രാമയിൽ അവനെ അടക്കം ചെയ്തിരുന്നു. ശൗലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തു നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശൂനമിൽ പാളയമിറങ്ങി. ശൗലും എല്ലാ ഇസ്രായേലിനെയും ഒന്നിച്ചുകൂട്ടി ഗിൽബോവയിൽ പാളയമിറങ്ങി. ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവൻ്റെ ഹൃദയം ഏറ്റവും വിറച്ചു. ശൗൽ യഹോവയോട് ചോദിച്ചാൽ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. അപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പീൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ ഭൃത്യന്മാർ അവനോട്, ഏൻദോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ടെന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് 2 ആളെയും കൂട്ടി പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാടന്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തിത്തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, ശൗൽ ചെയ്യിച്ചിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തുനിന്ന് ഛേദിച്ച് കളഞ്ഞത് തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എൻ്റെ ജീവന് കെണിവെക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്കൊരു ദോഷം ഭവിക്കില്ലെന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു. ഞാൻ ആരെ വരുത്തി തരേണ്ടുവെന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണമെന്ന് അവൻ പറഞ്ഞു. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ശൗലിനോട്, നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്തെന്ന് ചോദിച്ചതിന്, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നെന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട് അവൻ്റെ രൂപം എന്തെന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃത്തൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. എന്നറിയാതെ ശമൂവേലെന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്തെന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു. ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരം അരുളുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെക്കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജ്യത്വം യഹോവ നിൻ്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിൻ്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല. അമാലേക്കിൻ്റെ മേൽ അവൻ്റെ ഉഗ്രകോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിൻ്റെ പുത്രന്മാരും എന്നോടുകൂടെ ആകും. ഇസ്രായേൽ പാളയത്തെ യഹോവ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. പെട്ടെന്ന് ശൗൽ നെടുനീളത്തിൽ നിലത്ത് വീണ് ശമൂവേലിൻ്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടു പോയി. അവനിലൊട്ടും ബലമില്ലാതെയായി. അന്ന് രാവും പകലും മുഴുവൻ അവനൊന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ശൗലിൻ്റെ അടുക്കൽ വന്ന് അവൻ ഏറ്റവും പരിഭ്രമിച്ചിരിക്കുന്നത് കണ്ട് അവനോട്, അടിയൻ നിൻ്റെ വാക്ക് കേട്ട് ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് നീ എന്നോട് പറഞ്ഞ വാക്ക് അനുസരിച്ചിരിക്കുന്നുവല്ലോ. ആകയാൽ അടിയൻ്റെ വാക്ക് നീയും കേൾക്കണമേ. ഞാനൊരു കഷ്ണം അപ്പം നിൻ്റെ മുമ്പിൽ വയ്ക്കട്ടെ, നീ തിന്നേണം. എന്നാൽ നിൻ്റെ വഴിക്ക് പോകാൻ നിനക്ക് ബലമുണ്ടാകുമെന്ന് പറഞ്ഞു. അതിനവൻ, വേണ്ട, ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവൻ്റെ ഭൃത്യന്മാരും ആ സ്ത്രീയും അവനെ നിർബന്ധിച്ചു. അവൻ അവരുടെ വാക്ക് കേട്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റ് മെത്തമേലിരുന്നു. സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്കിടാവ് ഉണ്ടായിരുന്നു. അവൾ ക്ഷണത്തിൽ അതിനെ അറുത്ത് മാവും എടുത്ത് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവൾ അത് ശൗലിൻ്റെയും ഭൃത്യന്മാരുടെയും മുമ്പിൽ വെച്ചു. അവർ തിന്ന് എഴുന്നേറ്റു രാത്രിയിൽ തന്നെ പോയി.